എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് വേദ വിക്രത്തിനെ ഉപദേശിക്കുകയാണ്. കാരണം വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിശ്വേട്ടൻ അങ്ങനെ ചെയ്തേ. ജോലി ഇല്ലാതെ വീണ്ടും തിരികെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ശ്രീജേടത്തിന്റെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴോ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട്. പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും കണക്കാന്ന് പറയാണ്. രണ്ടുപേരും കുടുംബത്തിന് ഇന്ന് വരെ ₹1 ഉപകാരം ഉണ്ടായി കൊടുത്തിട്ടുണ്ടോ? പിന്നെ വിനയേട്ടന്റെ കാര്യം, വിനയേട്ടനാണെങ്കിൽ എണ്ണിച്ചൂട്ട അപ്പം പോലെ എന്തെങ്കിലും ഒന്ന് കൊടുക്കും, അത് പേരിന് മാത്രം. പാവ അച്ഛൻ പകലന്തിയോളം കഷ്ടപ്പെടുന്നോണ്ട് ഈ കുടുംബം കടന്നു പോന്നു. ഒന്നുമില്ലേലും ഇത്രയൊക്കെ ആയിട്ട് നാണമാകുന്നില്ലേ വിക്രം? ഇത്രയും വലിയ അതെ ആണുങ്ങളല്ലേ, കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ പ്രായമുള്ള അവർക്ക് ഇപ്പോഴും അച്ഛൻ ചെലവിന് കൊടുക്കാന്ന് പറഞ്ഞാൽ നാട്ടുകാരറിഞ്ഞപ്പോലും എന്താ, പിന്നെ നാട്ടുകാർക്കൊക്കെ ഇതൊരു ശീലമായെന്ന് തോന്നേ. കാരണം അച്ഛൻ ഇങ്ങനെ ഈ കിടന്ന് ഓടി നടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അവർ പലരും ഓരോന്നൊക്കെ അടക്കം പറയുന്നുണ്ടായിരിക്കും. അത് കേട്ടിട്ടെങ്കിലും ഒന്ന് നന്നായിക്കൂടെന്ന് ചോദിക്കുക. ദേട്ടൻ വിക്രം പറഞ്ഞു, നീ കൂടുതൽ നന്നാക്കാൻ വേണ്ടെന്ന് പറയാം. അതെ, ഞാൻ നന്നാക്കാൻ വരുന്നില്ല, ഞാൻ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എങ്കിലും കുറച്ചൊരു നാണമൊക്കെ വേണ്ടേ? വൈകുന്നേരമാണെങ്കിലും വന്നിരുന്ന് കൈ കഴിയിട്ട് കഴിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടായെന്നൊന്ന് ചിന്തിക്കേണ്ടതെന്ന് ചോദിക്കും. ഒരു പക്ഷേ വിക്രം ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാനിവിടെ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. ആ പൈസ അച്ഛൻ മേടിക്കില്ല എന്നറിയല്ലേ? ഗുണ്ടാപ്പണി ചെയ്ത് കിട്ടുന്ന പൈസ ഒരിക്കലും അച്ഛൻ സ്വീകരിക്കില്ല. കാരണം അച്ഛനൊരു മാഷാണ്, ഒത്തിരി അധികം കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുത്തിട്ടുള്ള. അച്ഛൻ്റെ നെഗുണ്ടയിൽ അങ്ങനെ ഒരു കാര്യമില്ല. അച്ഛൻ്റെ നെഗുണ്ടയിൽ അധ്വാനിച്ച് പണം ഉണ്ടാക്കി അതും കൊണ്ട് ആഹാരം കഴിക്കണം എന്നുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ അച്ഛൻ്റെ മോനല്ലേ വന്നിട്ട് ഞാൻ ഇത്രയും നാളായുള്ളൂ. പക്ഷെ അതിൻ്റെ അനുഭവത്തിൽ പറയാം, ഒരിക്കലും അച്ഛനും അതിന് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് വിക്രം കൊടുക്കുന്ന പൈസ പോലും വാങ്ങിക്കാത്തത്. അത് വിക്രമാണ് മനസ്സിലാക്കാത്തതെന്ന് പറയാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ഓഹോ അപ്പം നീ എല്ലാവരും നന്നാക്കി ഇറങ്ങിയേക്കോണെന്ന് ചോദിക്കും. അതെ, ഞാൻ നന്നാക്കാൻ തന്നെ ഇറങ്ങിയേക്കോന്ന് കൂട്ടിക്കും. ഒരു കാരണവശാൽ ഇതും കൊണ്ട് ഞാൻ പിന്മാറാൻ പോകുന്നില്ല. ശ്രീജാടത്തിയുടെ കണ്ണുനീര് ഇന്ന് എൻ്റെ നെഞ്ചിലാ വീണിരിക്കുന്നത്. ഉറപ്പായിട്ട് ഞാൻ അതിനൊരു ശമനം ഉണ്ടാക്കും. ഞാൻ വിശ്വാടിനെ ഇങ്ങനെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. ഇതും കൊണ്ടൊന്നും ഞാൻ തളരാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, നിനക്ക് വേറെ പണിയില്ലാത്തോണ്ടാന്ന് പറയാം. അതെ, എനിക്ക് വേറെ പണിയില്ലെന്ന് ചിലപ്പം വിക്രത്തിന് തോന്നുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഇതും കൊണ്ടൊന്നും ഈ വേദ തളരാൻ പോകുന്നില്ല എന്ന് പറയാണ്. വിക്രത്തിന് മനസ്സിലായി ഇവള് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ പിന്മാറുന്ന ലക്ഷണം കാണുന്നില്ല. കാരണം വിശ്വാടിന് ഇപ്പം ഇങ്ങനെ അവസ്ഥ ഉണ്ടായാലും നാളെ മിക്കവാറും വിശ്വാടിനെ വേറെ ജോലിക്ക് പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ എഴുതിയിട്ട് വിക്രം എന്ത് ചെയ്യണം, ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ്. വേദയ്ക്ക് മനസ്സിലായി താൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ തട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം അങ്ങോട്ട് പോയേക്കുന്നേ. പിന്നീട് നന്ദിനി ഭയങ്കര സന്തോഷത്തോടെ മുറിയിലേക്ക് വരുവാണ്. എന്നാലും എന്തൊക്കെയായിരുന്നു ശ്രീജേടത്തിന്റെ അഹങ്കാരം, അവരുടെ അഹങ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയണം. ഇത് കേട്ടപ്പം പെട്ടെന്ന് വിനയം പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. ശ്രീജേടത്തി പാവമല്ലെന്ന് വെക്കണം. പാവമൊക്കെ തന്നെയാ, പക്ഷേങ്കിൽ കുറച്ച് ദിവസം അങ്ങോട്ട് വിശ്വാടൻ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്തോ വലിയ ആളായെന്നൊരു ഭാവമായിരുന്നു. എപ്പോഴെനിക്കൊരു സമാധാനമായത്. പിന്നെ വിശ്വേട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും അല്ലാതാവുമായിരുന്നു, ആ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ വിശ്വേട്ടനെ അച്ഛനെ ഇനി തലയെ ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നു. എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ലല്ലോ, ആ ജോലിയും കളഞ്ഞിട്ട് പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ശ്രീജനെ പോയി വേദ ആശ്വസിപ്പിക്കുന്നുണ്ട്. പോട്ടെ, സാരമില്ല, നമുക്ക് മാറ്റിയെടുക്കാം വിശ്വേട്ടനെ, ഞാനല്ലേ വാക്കരുന്നേ എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ശ്രീജ പറഞ്ഞു, എനിക്ക് ആ പ്രതീക്ഷ ഒന്നും ഇല്ല. ഇനി ഒരു ചെറിയ പ്രതീക്ഷയാണ് നാമ്പുണ്ടായിരുന്നു, അതും അണഞ്ഞു പോയിരിക്കുക. ഇനി ഞാൻ എന്തിനും ജീവിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ മോളെ ഒന്ന് കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അറിയാലോ എൻ്റെ വിഷമം എന്താന്ന്. അതൊന്നും സാരമില്ല ശ്രീജേടത്തി, ഞാനല്ലേ പറയണേ. വേദ പറഞ്ഞിട്ടുണ്ട് ശ്രീജേടത്തി വിശ്വാസമാവില്ലെന്ന് ചോദിക്കാം. എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രീജ ഒന്നും മിണ്ടാതെ കൊണ്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് വിനയൻ്റെ ഫോണിലേക്ക് കോള് വരുവാണ്. കോൾ എന്നിടത്തിന് വിനയ ഫോൺ എടുത്തു. പെട്ടെന്ന് തന്നെ വിനയം പറഞ്ഞു, ചതിച്ചടി എന്ന് പറയാണ് നന്ദിനിയോട്. ചതിച്ചോ? എന്താ മനുഷ്യ, എന്തു പറ്റിയെന്ന് ചോദിക്കാം. അത് പിന്നെ ഇന്ന് കുറിച്ചിട്ട് പിടിക്കേണ്ട ദിവസമല്ലായിരുന്നു. അതെ, അയാൾ മുങ്ങിയെന്ന്. മുങ്ങിയെന്നോ? എന്താ വിനയേട്ടെ പറയണേന്ന് ചോദിച്ചാൽ പുറകെ ഓടുവാണ്. ആകപ്പാടെ പ്രശ്നത്തിലായെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുവാണ്. ഈ സമയത്ത് വേദ അങ്ങോട്ടേക്ക് വേദ നോക്കുമ്പോഴത്തേനും വിനായകൻ അങ്ങനെ ഓടുന്നുണ്ട്. പുറകെ നന്ദിനിയും. എന്താ നന്ദിനി എടുത്തി എങ്ങോട്ടേ ഓടുന്നേ? എന്തെങ്കിലും അസുഖം ആപത്തോ എന്തെങ്കിലും പറ്റിയോ? കാര്യം എന്താന്ന് പറ എന്ന് പറയണം. അത് പിന്നെ വേദ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്താന്ന് പറ. ഞങ്ങൾ ചിട്ടി കൂടിയില്ലേ, കുറി കൂടിയില്ലേ, അയാൾ ആ പയണം കൊണ്ട് മുങ്ങിയെന്ന് പറയണേ. മുങ്ങിയോ? അതേന്ന് പറയണം. അങ്ങോട്ടാ ഓടുന്നതെന്ന് പറയണം. അങ്ങനെ വിനായകൻ്റെ കൂടെ തന്നെ അവളും കൂടെ നന്ദിനിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. ഒരു നിമിഷം വേദയ്ക്ക് എന്തിനാണെന്ന് അറിയത്തില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ ഒരു ആപത്തുണ്ടായി കഴിഞ്ഞാൽ അവിടെ വേദ സന്തോഷിക്കില്ല. കാരണം ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ.
കുടുംബത്തിനൊരു ഉപകാരമില്ല. അതെല്ലാം സ്വരൂപിച്ച് വെച്ച് ഉറുമ്പ് ഇങ്ങനെ സ്വരൂപിച്ച് കൂട്ടുന്ന പോലെ വെച്ചിരിക്കാം. പിശുക്കൻ്റെ മുതൽ ഉറുമ്പരിക്കുന്ന പറഞ്ഞാൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം ഒറ്റയടിക്കും അങ്ങോട്ട് പോയി. കാരണം വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡിനുള്ള പൈസ പോലും ശരിക്കും നേരെ ചൊവ്വേ കൊടുക്കാറില്ലായിരുന്നു. അത് വരെ എടുത്ത് ഉലിന്തിച്ച് വെച്ച് അവസാനം ചിട്ടിക്ക് കൊണ്ടേ കൊടുത്തു. അങ്ങനെ ചിട്ടിക്കാരനാണ് കുറുക്കാരൻ അങ്ങനെ മുങ്ങുകയും ചെയ്തു. പിന്നീട് വിനായകനും നന്ദിനിയും കൂടെ അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേനും ആ കുടിച്ചിട്ട് കൂടുന്നതിൻ്റെ ആ ഓസിൻ്റെ അവിടെ മൊത്തം സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരും അകത്തേക്ക് കയറാതെ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. പൈസ പോയതിൻ്റെ പേരിൽ അവർ കുറച്ച് പേര് കുറേ പ്രാക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവനൊരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. പിന്നെ പറഞ്ഞ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, കേസുമായിട്ട് മുന്നോട്ട് പോകണം, അങ്ങനെയൊക്കെ പറയുവാണ്. ഈ സമയം വിനായൻ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയത് വെള്ളത്തിൽ വരച്ച് വര പോലെ ആയിപ്പോലെ നന്ദിനി എന്ന് പറയാം. എല്ലാത്തിനും കാരണം എൻ്റെ അത്യാഗ്രഹമാണ്. ഞാനിത് ഇത്രയ്ക്ക് അത്യാഗ്രഹം പാടില്ലായിരുന്നു. കാരണം കിട്ടുന്ന പൈസയെല്ലാം അങ്ങോട്ട് സ്വരൂപിച്ച് കൊണ്ടേ വെച്ച് അവസാനം ആർക്കും ഇല്ലാതെ പോയില്ലേ. വീട്ടിൽ പോലും കൊടുക്കാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചല്ലേ നന്ദിനി, ആരോടും ഒരു വാക്ക് പോലും പറയാതെ. അച്ഛനും അമ്മയോടും പോലും ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അവരോട് എനിക്ക് കാര്യങ്ങളൊന്നും ഒരിക്കലും പറയാൻ പോലും പറ്റില്ല. അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുക എന്നൊക്കെ ചോദിക്കണം. കേട്ടതും നന്ദിനി പറഞ്ഞു, തലക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണ്ട. ഈ പൈസ കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ, അങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കാൻ പറയണം. അപ്പോഴേക്കും വേറൊരാളും കൂടെ വന്നു. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, പോലീസ് വല്ല കംപ്ലൈൻറ്റ് കൊടുക്കാം. കംപ്ലൈൻറ്റ് കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും ആകുമോ എനിക്കറിയില്ല എന്ന് പറയണം. എത്ര കാലമായിട്ട് അടച്ചുകൊണ്ടിരുന്നാന്ന് ഒക്കെ പറഞ്ഞിട്ട് അയാളും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം അങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പെട്ടെന്ന് തന്നെ വിനായൻ ചോദിച്ചു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേദയോടൊന്ന് സംസാരിച്ചാലോ. വേദയ്ക്കല്ല അവർ ഈ ചിട്ടിയുടെ കാര്യം അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് വേദനെ ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നന്ദിനി ചോദിച്ചു, അവളെ വിളിച്ചിട്ടോ, ഒരു പക്ഷേ വേദയ്ക്ക് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞാലോ, നമുക്ക് ആ വഴിക്കൊന്ന് നോക്കാമെന്ന് പറയണം. പിന്നീട് വേദയെ വിനയാൻ വിളിക്കുകയാണ്. വേദ എടുത്തിരിച്ച്, എന്താ വിനയേട്ട എന്താ കാര്യം എന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്ക് വേദയുടെ ഹെൽപ്പ് വേണമെന്ന് പറയണം. ഹെൽപ്പ്? എന്ത് ഹെൽപ്പാ? അത് ഞങ്ങൾ ഇത്രയും കാലം സമ്പാദിച്ചുണ്ടാക്കിയത് എല്ലാം ഒരു നിമിഷം കൊണ്ട് പോയെന്ന് പറയണം. പിന്നീട് കാര്യങ്ങളൊക്കെ അങ്ങനെ ചുരുക്കി പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ ചോദിച്ചു, അല്ല നമുക്ക് വിക്രത്തിനോട് പറഞ്ഞാലെന്ന് ചോദിക്കും. വിക്രത്തിനോട് പറഞ്ഞാൽ ശരിയാകത്തില്ല. വിക്രത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല. ഒരുപക്ഷെ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പോകുന്നത്. അവനോട് പറയാനുള്ള മടി കൊണ്ടാണ് ഞാൻ വേദയോട് പറഞ്ഞേ. ഒരുപക്ഷെ വേദയ്ക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമായിരിക്കും എന്ന് പറയണം. ഇതേട്ടൻ വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. വിനയേട്ടൻ അവിടെ ഇരിക്കുക, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ്. അങ്ങനെ വേദ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആ സമയം ശ്രീജി വന്നിട്ട് ചോദിച്ചു, അല്ല വേദ നീ എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കുക. അതെ, അത്യാവശ്യമായിട്ട് എനിക്ക് പുറത്തു വരെ പോകണം, ഞാൻ ഇപ്പം തന്നെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് കരഞ്ഞ് നിലവിളിച്ച് അവിടെ ഇരിക്കുകയാണ് നന്ദിനിയും വിനായകനും കൂടെ. കാരണം ഇത്രയും വലിയൊരു പണി കിട്ടുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷയല്ല. കാരണം ഇത്രയും കാലം സ്വരൂപിച്ചുണ്ടാക്കി വെച്ച പണം ഒരു നിമിഷം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആർക്കാലും സഹിക്കാൻ പറ്റുമല്ലോ. അതും മുണ്ടുമുറുക്കി കൊടുത്തും ശരിക്കും നേരാൻ വേണം ഫുഡ് കഴിക്കാതെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോവാന്ന് വെച്ചാൽ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. അങ്ങനെ അവർ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വേദ എല്ലുവാണ്. ഈ സമയത്താണ് കൃത്യമായിട്ട് അങ്ങോട്ട് ദർശനം കൂടെ വരുന്നത്. ഇനിയിപ്പോൾ ദർശനെ വേദ വിളിച്ചിട്ട് വരുന്നതാണോ എന്നറിയില്ല. ഒരു പക്ഷേ ദർശൻ വക്കീലാണല്ലോ. ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പം വിനായകനെ നന്ദിനിയെ സഹായിക്കാനായിട്ട് വേദ വിളിച്ചിട്ട് വരുന്നതാണെന്ന് അറിയത്തില്ല. അപ്പോൾ ദർശനം കൂടെ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇനി നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.